തൃത്വനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് ഒരുങ്ങുവാനും പ്രവേശിക്കുവാനും തക്കവണ്ണം തയ്യാറെടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്കറിയാം. അതിനു മുമ്പത്തെ ആഴ്ചയിൽ സകല വാങ്ങിപ്പോയ പൂർവികരെയും അനുസ്മരിക്കുന്ന ഞായറാഴ്ചയിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് വായിച്ചു കേട്ടതായ ഏവെങ്കിലും ഭാഗം വിശുദ്ധ ലൂക്കോസ് ഏവെങ്കേലിയോസ്തയുടെ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 49 വരെയുള്ള ഭാഗങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് ഏവെങ്കേലിയോസ്തയുടെ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 49 വരെയുള്ള ഭാഗങ്ങൾ. ചെറിയ ആട്ടിൻപറ്റമേ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന അഭിസംബോധനയോടുകൂടെ ആരംഭിക്കുന്ന വേദഭാഗം. ജീവിതത്തിൽ ഭയത്തിനും വ്യാകുലതയ്ക്കും ഒന്നും പ്രസക്തിയില്ല എന്ന് ക്രിസ്തു തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിക്കാം. അത് പലപ്പോഴും തൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം അതിനെപ്പറ്റി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രക്ഷുബ്ധമായ കടൽ തിരകൾ അടിച്ചിരിക്കുന്ന അവസരത്തിൽ സ്ലീഹന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങളുടെ അരുമനാഥൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഭയമില്ലാതെ ദൈവസന്നിധിയിൽ ചേർന്ന് മുമ്പോട്ട് പോകണം എന്നുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ വേദഭാഗത്തിൻ്റെ അഭിസംബോധനയിൽ തന്നെ നമുക്ക് നൽകുന്നത്. പിന്നീട് അങ്ങോട്ട് പറയുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ആ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും പിന്നീട് അങ്ങോട്ട് പറയുന്ന ഓരോ വാക്കുകളും നമ്മളെ ചിന്തിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വാസ്തവമാണ്. അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കണമെന്ന് നിങ്ങൾ തന്നെ കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങളുടെ നിക്ഷേപം നിത്യമായി സ്വർഗരാജ്യത്തിൽ ആകുവാൻ തക്കവണ്ണം പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് ക്രിസ്തു ഈ വേദഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കള്ളനടുക്കാത്തതും ചിതൽ നശിപ്പിക്കാത്തതുമായ ഒരു സ്ഥലത്ത് സ്വർഗരാജ്യത്തിൽ നമ്മുടെ നിക്ഷേപങ്ങളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളതാണ് ഈ വേദഭാഗത്തിലൂടെ പ്രത്യേകമായും ക്രിസ്തു ആദ്യമേ നമുക്ക് നൽകുന്ന ഉപദേശം. നമ്മൾ പലപ്പോഴും ഈ ലോകപരമായി മാത്രം ചിന്തിക്കുമ്പോൾ സ്വർഗരാജ്യത്തെ പറ്റിയോ അതിലുള്ള അനുഭവത്തെ പറ്റിയോ ഒന്നും നമ്മൾ യാതൊരു വിധത്തിലും വ്യാകുലപ്പെടുന്നില്ല എന്നുള്ളത് നമ്മളുടെ ഒരു പ്രശ്നമായും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, സ്വർഗരാജ്യത്തെ പറ്റിയുള്ള നല്ല ബോധ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ഒരിക്കലും നശിച്ചു പോകാത്ത നിക്ഷേപം അവിടെ മാത്രമേ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെടുത്താലും എന്തൊക്കെ നിക്ഷേപങ്ങൾ നമ്മൾ സ്വരൂപിച്ചു വെച്ചാലും അതൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കും. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ അനുഗമിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ സുഹൃതങ്ങളാണ്. നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ചെയ്ത ഓരോ സുഹൃതങ്ങളും ഓരോ പ്രവൃത്തികളും മാത്രമാണ് നമ്മളെ അനുഗമിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിക്ഷേപം സ്വരൂപിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തുകയും അതിനെ കൃത്യമായ ദിശയിൽ കൊണ്ടുപോവുകയും ചെയ്യണമെന്നുള്ളതാണ് ക്രിസ്തു നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ ഒരു യജമാനനും ദാസനെയും പറ്റി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വിശ്വസ്തനായ അല്ലെങ്കിൽ വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു ഗ്രഹവിചാരകനെ പറ്റി പ്രത്യേകമായും ഈ വേദഭാഗത്തിൽ പറയുന്നുണ്ട്. യജമാനൻ വരുമ്പോൾ കൃത്യമായി ഒരുങ്ങി ആവശ്യമായ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് ചെയ്ത് വിശ്വസ്തനായി ജീവിക്കുന്ന ഒരു യജമാനനെ പറ്റി, ഒരു ദാസനെ പറ്റിയും പ്രത്യേകമായി ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവർക്കും മിടുക്ക് വളരെയധികമുള്ള ആൾക്കാരാണ്. മിടുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. കഴിവും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. പക്ഷേ മിടുക്കിനപ്പുറമായി ഒരു വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തിക്കമാക്കണമെന്നുള്ളത് ഈ വേദഭാഗത്തിലൂടെയും ക്രിസ്തു നമ്മെ ബോധ്യപ്പെടുത്തുകയും, ക്രിസ്തുവിന് വേണ്ടത് വിശ്വസ്തരായ ദാസന്മാരെ, മിടുക്കന്മാരായ ദാസന്മാരെ, വിശ്വസ്തരായ ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും അനുസരിച്ച് അതിനോട് വിശ്വസ്തരായി വിശ്വാസം പുലർത്തുന്ന ദാസന്മാരെയാണ് ക്രിസ്തുവിന് ആവശ്യമുള്ളത് എന്ന് ഈ വേദഭാഗത്തിലൂടെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും കഴിവും അനുഗ്രഹം എല്ലാമുണ്ട്. കഴിവ് നമുക്കെല്ലാവർക്കും ഓരോ താലന്തുകൾ നൽകിയിട്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചത്. പക്ഷേ ഈ കഴിവ് ഒക്കെ നമുക്ക് പ്രയോജനകരമായ രീതിയിൽ നടത്തണമെങ്കിൽ ഒരു കൃപയും അതിൻ്റെ കൂടെ ചേർന്ന് വരണം. കൃപയില്ലെങ്കിൽ കഴിവ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കഴിവ് ഒരുപാടുണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. നമുക്കറിയാം, നല്ല സംഗീതമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോഴും ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ പാട്ടുകൾ കേൾക്കുമ്പോൾ
ചില സംഗീതങ്ങൾ നമ്മുടെ മനസ്സിൽ വളരെയധികം ആഴത്തിലേക്ക് ഇറങ്ങിയതായിട്ട് നമുക്കറിയാൻ പറ്റും. ചില പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലങ്ങ് ഇറങ്ങും. അതൊരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. എത്ര നാളാണെങ്കിലും അത് മറന്നു പോകാതെ ഇരിക്കും. അത് അവർക്ക് ലഭിച്ച കഴിവും ദൈവകൃപയും ഒരുമിച്ച് വരുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം. ഓരോരുത്തർക്കും കഴിവുണ്ട്. കഴിവ് നമുക്ക് പ്രകടമാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പക്ഷേ അത് എന്തെങ്കിലും നിലനിർത്തണമെങ്കിൽ ഒരു കൃപ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പരുമല തിരുമേനിയും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം സ്വാധീനത്തോടു കൂടി ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ കഴിവിനൊപ്പം തന്നെ ദൈവത്തിൻ്റെ വലിയൊരു കൃപയും അവരുടെ ജീവിതത്തിൽ കൂട്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആ ദൈവത്തിൻ്റെ കൃപ അവരോട് ചേർന്ന് നിന്നപ്പോഴാണ് അവർ ഈ ലോകത്തിൽ അറിയപ്പെടുവാനും അനേക മനസ്സിലൂടെ അവരുടെ സുവിശേഷം, അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് നൽകപ്പെടുവാനും അറിയപ്പെടുവാനും തക്കവണ്ണം ഇടയായത് എന്ന് ബോധ്യപ്പെടുക. നമ്മുടെ പൂർവികരൊക്കെ ഇപ്രകാരം കൃപ ലഭിച്ചവർ. ആ കൃപ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്, അവരുടെ ഒരു പ്രാർത്ഥനയും മധ്യസ്ഥതയും എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്നും നമ്മൾ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. നമ്മൾ ഇന്നും ഒരു കുഴപ്പവും ഒരു ബുദ്ധിമുട്ടോ പ്രയാസവും ഒന്നും ഇല്ലാതെ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത് ശരിക്കും നമ്മുടെ കഴിവൊന്നുമല്ല. നമ്മളോർക്ക് നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷെ നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, നമ്മുടെ പൂർവികരുടെ വലിയ പ്രാർത്ഥന കൊണ്ട്. ആ പൂർവികർ നമുക്ക് തെളിച്ചു തന്ന നല്ല മാർഗത്തിലൂടെ നമുക്ക് ചരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നത് കൊണ്ട് മാത്രം. അതുകൊണ്ട് അവരെ പ്രത്യേകമായി അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, കടമയാണ്. അതൊരിക്കലും മറന്നു പോകാതെ കൃത്യമായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ മുമ്പിൽ നമ്മുടെ ബലഹീനതകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് കൃപ ലഭിക്കുവാൻ തക്കവണ്ണം എപ്പോഴും വിശ്വസ്തരായ ദാസന്മാരായി മുമ്പോട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് ഇടയാകണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മിടുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. മിടുക്കിനപ്പുറമായി നല്ല വിശ്വസ്തരായി, നല്ല വിനയമുള്ളവരായി, അനുസരണമുള്ളവരായി മുമ്പോട്ട് തീരുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രത്യേകമായി ഈ സന്യാസികളുടെ വ്രതത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്രതമാണ് അനുസരണ വ്രതം എന്ന് പറയാറുണ്ട്. അനുസരണ വ്രതം സന്യാസികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതമാണ്. അത് പറയുന്നതിൻ്റെ ഒരു തത്വം പറയുന്നത്, പ്രത്യേകമായി മാബൂഗിലെ ഫീലക്സീനോസ് തിരുമേനി പറയുന്നത്, ഈ വിനയത്തിൻ്റെ മകളാണ് അനുസരണം. അത് ജീവിതത്തിലില്ലെങ്കിൽ ഒരു സന്യാസി യഥാർത്ഥ സന്യാസിയായി തീരത്തില്ല എന്ന് പ്രത്യേകമായിട്ട് പറയപ്പെടാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുസരണം എപ്പോഴും പോകണം. നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, നിൻ്റെ ഇഷ്ടം പോലെ ഈ ഭൂമിയെ നിറവേറണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവൻ്റെ ഇഷ്ടമാണ് ഈ ഭൂമിയെ നിറവേറണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു അനുസരണത്തിൻ്റെ ഭാവം. എന്താണോ അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി ചെയ്യുവാനും അതിനെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുവാനും തക്കവണ്ണം ഇടയാകണം. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടാണ് ഈ ലോകത്തിലേക്ക് വീഴ്ച സംഭവിച്ചെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ അനുസരണമാണ് നമ്മളെ ഓരോരുത്തരെ വീണ്ടെടുത്തത്. ആദാം ചെയ്ത അനുസരണക്കേട് കൊണ്ടാണ് നമ്മളെല്ലാവരും പാപത്തിൽ പെട്ടുപോയത്. പക്ഷേ ക്രിസ്തു കാണിച്ചൊരു അനുസരണമുണ്ട്, ദൈവത്തോട് കാണിച്ചൊരു അനുസരണം. ഈ ഭൂമിയിലേക്ക് നമ്മുടെ പാപങ്ങൾ പോക്കുവാൻ വേണ്ടി ക്രിസ്തു മനുഷ്യനായി അവതരിക്കണമെന്നുള്ളത് പിതാവാം ദൈവത്തിൻ്റെ ഇച്ഛയാണ്. ആ ഇച്ഛയോട് കാണിച്ചൊരു അനുസരണമാണ്. ആ അനുസരണമാണ് നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായത്. അതുകൊണ്ട് എപ്പോഴും വിനയത്തോടും വിശ്വസ്തരായും അനുസരണമുള്ളവരായും ദൈവസന്നിധിയിൽ സ്വയമായി താഴ്മപ്പെട്ട് ജീവിക്കുവാനും ഇടയാകണമെന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പൂർവികരൊക്കെ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ടത്തെ ഏവെങ്കിലും ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ആടുകളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ചെമ്മരി ആടുകളെയും കോലാടുകളെയും രണ്ട് വശത്തായിട്ട് തിരിക്കുക. ഓരോ വശത്തുള്ളവരോടും ഓരോ കാര്യം പറയുന്നുണ്ട്. ചെമ്മരി ആടുകളെ തിരിച്ചിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്തില്ല. ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നില്ല. ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നില്ല. ഞാൻ വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എപ്പോഴാണ് ഇങ്ങനെയാണ് ക്രിസ്തുവിനെ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഈ ചെറിയവരിൽ ആർക്കെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ചെയ്തതാകുന്നു എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ചെയ്യുന്നതും ഒരേപോലെയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ എല്ലാവരോടും വിശ്വസ്തരായി ബഹുമാനത്തോടും അനുസരണത്തോടും വിനയത്തോടും കൂടെ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ, മിടുക്കിനപ്പുറമായി വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകമായും അഭിമന്യ തിരുമനസിൻ്റെ ഒരു കൽപ്പന ഇപ്പോൾ നിങ്ങളെല്ലാവരും ശ്രവിച്ചു കാണും. നമുക്കറിയാം, നമ്മുടെ
പാമ്പാടിയിലെ 12 പള്ളികൾ ചേർന്ന് നടത്തുന്ന കൺവെൻഷൻ, പാമ്പാടി കൺവെൻഷൻ, ഈ വർഷം മുതൽ അത് ഭദ്രാസന കൺവെൻഷനായി വിപുലീകരിക്കുകയാണ്. എന്ന് വെച്ച് ഭദ്രാസനത്തിലുള്ളവരെല്ലാം വരുന്നതുകൊണ്ട് ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായും അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം പാമ്പാടി പ്രദേശത്തുള്ള എല്ലാ പള്ളികളിലെയും ആളുകൾ ആത്മാർത്ഥമായി സഹകരിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ കൺവെൻഷൻ യോഗത്തിൽ 5 ദിവസവും നടക്കുന്ന കൺവെൻഷൻ യോഗത്തിൽ പ്രത്യേകമായി സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കുന്നു. പതിവ് പോലെ വെള്ളിയാഴ്ച ധ്യാനയോഗം ഉണ്ടായിരിക്കുന്നുള്ളതാണ്. നോമ്പില്ലാത്ത ദിവസങ്ങളാണ് എങ്കിൽ പോലും ധ്യാനയോഗം മുടങ്ങാതെ ദേറായിൽ ഉണ്ടായിരിക്കുന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അന്ന് വൈകിട്ട് പുതുപ്പള്ളിയിലുള്ള കുരിശുംതൊട്ടിയിൽ 5:45 മണിക്ക് സന്ധ്യാ നമസ്കാരവും ഉണ്ടായിരിക്കുന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കുന്നു. അടുത്ത ആഴ്ച ഞായറാഴ്ച കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച മുതൽ വലിയ നോമ്പ് ആരംഭിക്കുകയാണെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. പ്രാർത്ഥനയോടുകൂടെ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നോമ്പ് ഒരു അനുഗ്രഹമായി തീരട്ടെ. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളികളാകുവാൻ തക്കവണ്ണം നമുക്കേവർക്കും ദൈവം ശക്തി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കബറിങ്കൽ ധൂപപ്രാർത്ഥന നടത്തും. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ പൊതുവായിട്ട് നമ്മുടെ സകല വാങ്ങിപ്പോയവരെയും ഓർത്തുകൊണ്ട് ധൂപപ്രാർത്ഥന നടത്തും. കൈമുത്തി ഇറങ്ങി നിങ്ങൾ കാപ്പി കുടിച്ചതിന് ശേഷം നമ്മുടെ തോമസ് അപ്പച്ചൻ്റെ കബറിങ്കിലേക്ക് വരണം. അവിടെ പ്രത്യേകമായിട്ടൊരു ധൂപപ്രാർത്ഥന നടത്തുന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോൾ കബറിങ്കൽ ധൂപപ്രാർത്ഥന.